കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതുവരെയായിട്ടും യുവ എത്ര പറഞ്ഞിട്ടും മൃദുല പാട്ട് പാടിക്കൊടുത്തിട്ട് ഇല്ല എന്നാണ് പറയണത്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഹണിമൂൺ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ഇവര് പറയണു. ഫ്രീ ഫ്ലവേഴ്സിന്റെ ചെലവില് സ്റ്റാർ മാജിക്കിന്റെ ചെലവില് ഞങ്ങൾ നിങ്ങളെ കാശ്മീർ എത്തിക്കുകയാണ്. എൻജോയ് ചെയ്യാം. മൃദുല, കാശ്മീരിലെ ഹണിമൂണിന് കൊണ്ടുപോകുന്ന എക്സൈറ്റ്മെന്റ് ആണോ ഈ ശബ്ദത്തിലെ സന്തോഷം? ഇത്ര ഇഷ്ടം? അവള് ഏതോ ഒരു പോപ്പ് ഗാനം പാടിക്കൊണ്ട് പറ്റും. അല്ലല്ല മൃദുല എന്താ ഇങ്ങനെ ചിരിക്കണേ? അല്ല, ഹണിമൂണ് പോവാനാണെങ്കിൽ ഒരു വീപ്പയ്ക്കകത്ത് ഇറങ്ങിയ പോരെ രണ്ടാളും കൂടെ? അല്ല, അത് ഇവിടെ പറ്റില്ല. ആഗ്രഹം സാധിച്ചു. അല്ല, ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് പറഞ്ഞാലേ, എനിക്ക് തണുപ്പ് പ്രശ്നമാണ്, ചൂട് കുഴപ്പമില്ല. അതേപോലെ അവള് തണുപ്പത്ത് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ മുങ്ങിപ്പോവും മൊത്തം. അതല്ല, മൃദുല എക്സൈറ്റഡ് ആയിട്ട് അയ്യോ ഐസിട്ടടിക്കണം. ഇങ്ങനെ സന്തോഷം എനിക്ക് വയ്യാന്നാണ് പറയണത്. മൃദുല ഇത്ര സന്തോഷോ? തുറന്നു പറ. അല്ല, എനിക്ക് ഒന്നാമത് വെള്ളം ഭയങ്കര പേടിയാണ്. വെള്ളം ഭയങ്കര പേടിയാണ്. എന്റെ മുട്ടിന് ഇവിടം വരെയുള്ള വെള്ളത്തിൽ ഞാൻ എടുത്ത് ചാടിയിട്ട് ഷൂട്ടിന് വേണ്ടിട്ട് മുങ്ങി ചാവാൻ പോയിട്ടുള്ളതാ ഞാന്. അത് അപ്പൊ മുതൽ എനിക്ക് വെള്ളം കണ്ടാ ഭയങ്കര പേടി. വെള്ളം പേടിക്കും, കാരണം ഇത് അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്, അതുകൊണ്ട് പേടിക്കും. ചേട്ടാ, സത്യമായിട്ടുണ്ട്. അല്ല, അവളെ ഇത്ര മുട്ട അറ്റം വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വെള്ളം കാണാറില്ല അർത്ഥം. യുവയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല. യുവ എക്സ്പ്രഷൻ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തോണ്ട് കിടന്നടിച്ച് മയങ്ങി വീണിട്ടുണ്ട്. ശരി, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഇന്ന് ഇവരുടെ ആഗ്രഹം, ഒന്ന് ഹണിമൂൺ, അത് സാധിച്ചു കൊടുക്കണു, കാശ്മീരിൽ കൊണ്ടുപോകണം. 2, കല്യാണം കഴിഞ്ഞ അന്ന് മുതല് മൃദുലയുടെ അടുത്ത് യുവ പാട്ടുപാടി തരാൻ പറയാറുണ്ട്. ഇതുവരെ പാട്ടുപാടി തന്നിട്ടില്ലല്ലോ? എനിക്കല്ലേ? തന്നിട്ടില്ല. ഇന്ന് കേൾക്കാം, എത്ര എണ്ണം കേൾക്കണം? ഒരു കാര്യം കൂടെ പറയുന്നത്, ഞാൻ ഈ വെള്ളത്തിനകത്ത് മുങ്ങിക്കഴിഞ്ഞാൽ എണീറ്റ് വരുന്ന ഞാനായിരിക്കില്ല. ഈ മുടിയൊക്കെ ഇങ്ങനെ വന്ന് വീണ് അന്യനെ പോലെ ഇരിക്കും. ഞങ്ങൾ സഹിച്ചു. അല്ല, അതെ, അത് അവന്റെ വിധിയാണ്. കാരണം ഇത്രയും അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ട് ആ പാട്ടക്കകത്തിരുന്ന് പാട്ട് പാടാനും കേൾക്കാനാണ് നിന്റെ വിധി. ഐസങ്കട്ടയിലെ പാട്ട് മത്സരം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അല്ല, പഞ്ഞിനാരാ? ഒറ്റ തവണ ഒന്ന് മുങ്ങി എണീറ്റാ ഓക്കെ ആവും, പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ല, അതല്ലെന്ന്, അത് കണക്കാക്കുള്ള പാട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. യുവ യുവ വെള്ളത്തിലിറങ്ങി, യുവ 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 വെള്ളത്തിലിറങ്ങി. യുവ ഇറങ്ങിയില്ലെങ്കിൽ നമ്മളെ പിടിച്ചു മുക്കും. റെഡി, 1, 2, 3. വെള്ളത്തിൽ റെഡി. എന്നൊന്നും ചെയ്യല്ലേ, എനിക്ക് വയ്യ, എനിക്ക് വയ്യ. ഞാൻ പാവമാണ്, ഞാൻ ചെയ്യണോ? അയ്യോ, ചെയ്യാം. അതെ, വെള്ളത്തിനകത്ത് തീ എത്തിച്ചിരിക്കുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാന് ഈ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു കേറാൻ പറ്റില്ല. ഹൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ കൈയും കാലിട്ട് അടിച്ചാ ആരെങ്കിലും ഒന്ന് എടുക്കൂലേ? ഞാൻ വിട്ടുതരും. എടുക്കണേ. ഈഗോള്ള ഹസ്ബൻഡ് എന്നെ തുറച്ചു വെക്കണോ? ഞാൻ വേണമെങ്കിൽ തിരിച്ചു പൊക്കം. വേണ്ട, സ്വന്തം കാര്യം നോക്കിയാൽ മതി. റെഡി, 1, 2, 3, ജംപ്. ചാട്. റാപ്പ് സോങ് ഇത്ര നന്നായിട്ട് ആരും പറയാൻ കേട്ടില്ല. ശ്രീവിദ്യ കിട്ടിയില്ലേ? താടിയൊക്കെ നിറച്ചല്ലോ. അത് പകുതി ഉരുകി പോയോ? 6 അടി പൊക്കമുള്ളവനോ 4 അടി പൊക്കമുള്ളൂ. എന്നൊന്നും ചെയ്യല്ലേ, എനിക്ക് വയ്യ, എനിക്ക് വയ്യ. ഞാൻ പാവമാണ്. കാണിക്കൂ, ക്യാമറയിലേക്ക് കാണിക്കൂ. ക്യാമറ കുനിഞ്ഞേക്കണം. പാട്ട് പാടാൻ പേടിയോ? വിറക്കുന്നുണ്ടല്ലോ. ബൈബിൾ നാടകോ? കാണിക്കൂ. ചാച്ചാ കൂടെ വിടെ. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗപേരി മംഗളാരവം ദ്രുതതാളം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗപേരി മംഗളാരവം ദ്രുതതാളം.
മൃദുല, ബാക്കി lyrics അറിഞ്ഞൂടാ. ഭാര്യയുടെ പേരുണ്ടാ പാട്ടിനകത്ത്. ശരി, ഓക്കെ. മൃദുലയുടെ ലൈൻ വേർഡ് എത്തിയപ്പോഴേക്കും ആള് കേറി.